നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന അനി കട്ടക്കലിപ്പിലാണ്. നന്ദു മൂർത്തി ജ്വല്ലറിയിലേക്ക് വരുന്ന CCTV ദൃശ്യങ്ങളിലൂടെ അനി കണ്ടു. അനിക്ക് സഹിച്ചില്ല. തന്നെ ഇപ്പൊ അവളങ്ങനെ വന്ന് കാണണ്ട. തന്നെ കൂടാതെ ഇന്നലെ അവള് കേക്ക് കട്ട് ചെയ്താണ്. അത്രോ സെറ്റപ്പൊക്കെ താൻ നടത്തി വെച്ചിട്ട് ഒടുവില് നവീന്റെ ഒപ്പം അവള് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. അപ്പോഴേക്കും തന്നെ അനി വിളിച്ചു പറഞ്ഞു, മാനേജറോട് പറഞ്ഞു, ആരെയും ഇങ്ങോട്ട് കയറ്റി വിടണ്ട. ദൈവം തമ്പുരാൻ വന്നാൽ പോലും കയറ്റി വിടണ്ട. അത്രയ്ക്ക് കട്ടക്കലിപ്പായിരുന്നു എനിക്ക്. പിന്നീട് അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അവളുമായിട്ട് ഇനി ഒരു കോംപ്രമൈസിനും താനില്ല. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അവള് തന്നെ സോപ്പിടാൻ വേണ്ടി വന്നിരിക്കുക എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ. പക്ഷെ നന്ദു ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നന്ദു അങ്ങനെ മൂർത്തി ജ്വല്ലറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് അനിയെ ഒന്ന് കാണണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് മാനേജർ പറഞ്ഞു, അതെ അനിയില്ലല്ലോ മേഡം എന്ന് പറയണേ. ഇല്ലെന്നോ? അതെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു ഒരു നിമിഷം ആലോചിച്ചു, അവനിത് എവിടെ പോയി? ജ്വല്ലറിയിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ. അല്ല വന്നില്ലേന്ന് ചോദിച്ചു. വന്നായിരുന്നു, വന്നിട്ട് പിന്നെ എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞു. എവിടേക്കാ പോയെന്നൊന്നും പറഞ്ഞില്ല. സാർ ഇത്തിരി നല്ല കലിപ്പിലായിരുന്നു പറഞ്ഞു. പിന്നെ നന്ദു അവിടെ നിന്നില്ല. നന്ദു ഇറങ്ങിപ്പോയി. അപ്പൊ ഈ CCTV ദൃശ്യങ്ങളോടെ ഇതൊക്കെ അനി കാണുന്നുണ്ടായിരുന്നു. അവൾ വന്നിട്ട് നിരാശയോടെ പോകുന്നേ. അങ്ങനെ ഇപ്പൊ തന്നെ കാണണ്ട. ഇത്തിരി കഴിഞ്ഞപ്പോ വീണ്ടും അനിയുടെ ഫോണിലേക്ക് നന്ദുവിന്റെ കോള് വരുവാണ്. പക്ഷെ അനി കോൾ എടുത്തില്ല. കോള് കട്ട് ചെയ്ത് വിട്ടു. താനെ എവിടെയുണ്ടോ എന്നൊന്നും അവളിപ്പോ അറിയണ്ട. നന്ദുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവനെ ഒന്ന് കാണണമായിരുന്നു. അവനെ ഒന്ന് കണ്ട് സംസാരിക്കണമായിരുന്നു. നവീനേട്ടന്റെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ അവനോടൊന്ന് തുറന്നു പറയണമായിരുന്നു. അതൊക്കെ പറയാൻ വേണ്ടി വന്നേ. അവന് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നോട് ഇതെല്ലാം മറച്ചു വെച്ചു. എന്തുകൊണ്ടായിരിക്കും തന്നോട് പറയാതിരുന്നേ? ഒരുപക്ഷെങ്കില് തന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ടാണോ? അതോ ഇനിയിപ്പം അവന് പേടിയുണ്ടായിരുന്നോ തന്നെ കൈവിട്ടു പോകുന്നു? തന്റെ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബന്ധം അവൻ അംഗീകരിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണോ എന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി നന്ദുവിന്. അതൊക്കെ ഓർത്ത് നന്ദു ആകെപ്പെട്ട് ടെൻഷൻ അടിച്ചാണ് പോകുന്നത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദുവിന് അന്നത്തെ ദിവസമല്ല ഒട്ടിലാക്കായിരുന്നില്ല. നന്ദുവിന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ സമയത്ത് നയനയും ആദർശനെയും കാണാനായിട്ട് മാളവിക വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നയന ഇറങ്ങി ചെന്ന്, ആഹാ ഇതാളും ആര് മാളവികയാണല്ലോ, കയറി വരാനൊക്കെ പറഞ്ഞു. ആ സമയത്താണ് ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശം എന്നിട്ട് ചോദിച്ചു, അതെന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒരു വരവ്? അതെ ഞാൻ ജോയിൻ ചെയ്യാനൊക്കെ പോവല്ലേ, അപ്പൊ നിങ്ങളെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു. ആ സമയത്ത് ആദർശം പറഞ്ഞു, മാളവിക കളക്ഷൻസ് എന്ന പേരിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങിയല്ലോ. കാരണം ഒരു ഡിസൈൻ വരച്ചു കൊടുത്ത ഉടനെ തന്നെ അവരിത് പുറത്തിറക്കിയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അതെ അതെ അവർക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ എന്റെ കാര്യത്തില്. കാരണം അതുകൊണ്ടാണല്ലോ അവരെന്നെ നിയമിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്. മാളവി ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല, അറിയാലോ. അവർക്ക് എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെ തീർന്നു. ഞങ്ങളുമായിട്ട് മാളവിയെ ടൈപ്പാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാളവിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അതൊന്നും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പറയാൻ പറ്റില്ല, ഇനി അവര് മാളവികയുടെ പിന്നാലെ ആരെങ്കിലും ആയിക്കോന്ന്. ചിലപ്പോൾ സംശയം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. മാളവികയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തുറപ്പിച്ചിട്ട്. മാളവിക അവിടെ നിൽക്കുന്ന സമയത്ത് വേണം പല സത്യങ്ങളും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട്. അപ്പോഴേക്കും മാളവി പറഞ്ഞു, അതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിച്ചോളാം സാറേ, സാർ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്താണെങ്കിലും ഈ വിഷു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മൂർത്തി ജ്വല്ലറി പഴയ ഫോമിലേക്ക് തന്നെ വരും. കുറച്ച് നാള് അവരിങ്ങനെ മുന്നോട്ട് പോട്ടെ. നയന പറഞ്ഞു, എന്റെ എന്ത് സഹായം വേണം ചോദിച്ചാൽ മതി, ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മാളവി പറഞ്ഞു, അതെ നയന മാഡത്തിന്റെ സഹായം ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് ആ ഡിസൈനിങ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുമോ? അവര് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കഴിവാന്നാ. ആദർശ് പറഞ്ഞു, അത് ശരിയാ. എന്താണെങ്കിലും മാളവിക കളക്ഷൻസ് എന്ന പേരിൽ അവർ പുതിയ ഡിസൈനിങ് ഇറക്കാൻ പോലെ അവരിറക്കട്ടെ. അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ മാളവിക്ക് ഒരു തട്ടുകേട് കിട്ടാതെ മാളവിയെ നോക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നീട് നയന പറഞ്ഞു, ഞാൻ ചായ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. വേണ്ട, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കാരണം നയന പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടും വേണം അവിടെ. കാരണം എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. ഏത് വഴിയെ പണി വരുന്നതെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷം ശ്രദ്ധയോടെ വേണം ഇരിക്കാനായിട്ട്. പിന്നെ കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിക്കണമെന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അതൊന്നും ഓർത്ത് സാറ് പേടിക്കണ്ട. എന്താണെങ്കിലും അധികം വൈകാതെ അതൊക്കെ സംഭവിക്കും. കണ്ടു ഇതിന്റെ പിന്നിൽ ആരാ ഉള്ളേന്ന്? ഈ ഏൺ ജ്വല്ലറിയുടെ പിന്നില്
ഡേവിഡിനെ കൂടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പുറത്തു കൊണ്ടുവരും, വെളിച്ചത്ത് കൊണ്ടുവരും ആദർശ് സാറേ. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ടാണ് മാളവിക പോകുന്നത്. മാളവിക പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, അതെ, അവളാണ് നമ്മുടെ തുറുപ്പ് ചീട്ടെന്ന് നയനയോട് പറയണം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, ആ തുറുപ്പ് ചീട്ടിന് ആപത്തൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. കാരണം എനിക്ക് നല്ല ഭയമുണ്ട്, അവരെങ്ങാനും കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. മാളവികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു. നയന ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടപ്പം ആദർശ് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നേ, നമുക്ക് നോക്കാം. എന്തായാലും അധികം നാളൊന്നും ഉണ്ടാവത്തില്ലല്ലോ. 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതുവരെ മതി. അതിനുശേഷം വേണ്ടതെന്ന് ചെയ്യാം. എന്താണെങ്കിലും ഇന്ന് ഞാൻ ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി ആ ഡേവിഡിനെ ഒന്ന് കാണണം. കാരണം ഇടയ്ക്കൊന്ന് ചെന്ന് അയാളുമായിട്ട് ഡീലിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല. നയന് പറഞ്ഞു, ആദർശേട്ടാ സൂക്ഷിച്ചും കണ്ടും വേണം പോവാനായിട്ട്. അതൊക്കെ എനിക്കറിയാം. അവർക്ക് ഇതുവരെയായിട്ട് ഒരു സംശയം തോന്നിയിട്ടില്ല. ഇനി എന്താണ് സംശയം തോന്നാനും പോകുന്നില്ല എന്ന് ആദർശ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ദേവേനയും ചന്തുമോളും കൂടെ ആദർശിനെ നയനയും കാണാൻ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നവ്യയും അതുപോലെ അബിയും കൂടെ പുറത്തേക്ക് പോയിട്ട് വരുവാണ്. ആ സമയത്ത് മുത്തശ്ശി ചോദിച്ചു, അല്ല നിങ്ങളിത് എവിടേക്കാന്ന് ചോദിച്ചു. അപ്പോഴേക്കും നബി പറഞ്ഞു, ഞക്കൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ആ സമയം മുത്തശ്ശി പറഞ്ഞു, കൊള്ളാം, എന്താണെങ്കിലും ജ്വല്ലറി കയറിയതിന് ശേഷം നിനക്ക് നല്ല പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, മുത്തശ്ശി എന്താണെങ്കിലും ജ്വല്ലറി കയറിയതിന് ശേഷം എനിക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളം എനിക്ക് അവർ തരുന്നുണ്ട്. എന്നോട് നല്ല മതിപ്പാണ് താനും. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. കാരണം ഈ പരിസ്ഥിതിനെ എല്ലാ കാലത്തും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ട് അബിക്ക് ഒരു ജോലിയും വേണം. ഇനി എന്താണെങ്കിലും അബിക്ക് മൂർത്തി ജ്വല്ലറി ജോലി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ജ്വല്ലറിക്കാര് ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അബിയെ ജ്വല്ലറി ജോലിക്ക് കയറുമെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ദേവേന് പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല നവ്യെന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു, എന്നും പിന്നെ ഇവിടെ അടിമയായിട്ട് കിടക്കാന്നാണോ അമ്മായി വിചാരിച്ചിരിക്കുന്നേ? ഇവിടെ പാത്രം കഴിയും മുറ്റം അടിച്ച് അതിന് ഇനി അബിയെ കെട്ടത്തില്ലെന്ന് പറഞ്ഞു. അവൻ നല്ല കഴിവുള്ളവനാ. അവനെ ജ്വല്ലറിക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ പറഞ്ഞു വിടും. അവിടെ ഒരു ജോലിയുടെ കാര്യം അന്വേഷിക്കണം. അവിടെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അബിയെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചാൽ നിനക്കറിയാലോ, പിന്നെ നിന്റെ മുത്തശ്ശൻ നിന്നെ ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? നബി പറഞ്ഞു, ഇറക്കി വിട്ടോട്ടെ, ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് വേറെ പോയി താമസിക്കും. ഇതിനേക്കാൾ നല്ല അന്തസ്സുണ്ട് അതിന്. എന്താണെങ്കിലും ഈ വീട്ടിൽ പിന്നെ നിൽക്കില്ല എന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, പിന്നെ നിൽക്കാൻ പറ്റില്ല. ഈ വീട്ടിൽ കിടന്നുകൊണ്ട് ജ്വല്ലറിക്ക് വേണ്ടി ജോലി എടുക്കാനായിട്ട് അച്ഛൻ എന്താളും സമ്മതിക്കില്ല. പിന്നെ ഇവന്റെ കാര്യം, ഇവനോടൊപ്പം നീ ഇറങ്ങി പോകുമ്പോ ഒന്ന് സൂക്ഷിച്ചോ. നീ നിന്റെ കഷ്ടകാലം തുടങ്ങി വെക്കണേന്ന്. ഇവന്റെ കൂടെ നല്ല സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിതം നയിക്കാൻ ഓർത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവസാനം നീ കണ്ണീരും കൈയുമായിട്ട് തിരിച്ചു കയറി വരേണ്ട വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്റെ അഭയെ അറിയാം, എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഭാടാന്ന് പറഞ്ഞുകൊണ്ട് അബിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ദേവേന് പറഞ്ഞു, അവന്റെ നിപ്പും പട്ടവും ഭാവവും കണ്ടില്ല അമ്മേ. ശരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു എനിക്ക് എന്തേലുമൊക്കെ വിളിച്ചു പറയാനായിട്ട്. നവ്യയുടെ അഹങ്കാരം കണ്ടോ? മുത്തശ്ശി പറഞ്ഞു, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ദേവേനി, നന്നാവത്തില്ല എന്ന് പറഞ്ഞ് നന്നാവത്തില്ല. സത്യങ്ങളൊന്നും വിളിച്ചു പറയാൻ അറിയത്തില്ലാത്തോണ്ടല്ല, അതോടുകൂടി തകർന്നു പോവില്ലോ അവന്റെ ജീവൻ എന്ന് കരുതിയിട്ട് മാത്രം. അല്ലെങ്കിൽ പണ്ടേ ഞാൻ വിളിച്ചു പറഞ്ഞന. അല്ല നയന മോളുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മോള് സുഖമായിട്ടിരിക്കണമെന്ന് ചോദിച്ചു. അവള് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അറിയാലോ, ആദർശിന്റെ കഷ്ടപ്പാടിന്റെ കൂടെ ഇപ്പൊ അവളും കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ആഹാരമൊക്കെ നേരെ ചൊവ്വ കഴിക്കുന്നില്ലെന്ന് ആദർശ് പറയണേ. മുത്തശ്ശി പറഞ്ഞു, അതാ എനിക്കൊരു വിഷമം. ഇവിടെയാണെങ്കിൽ നമ്മളെല്ലാരും ഉണ്ടായിരുന്നല്ലോ, നിർബന്ധിച്ച് കഴിപ്പിച്ചേനം. ഇപ്പൊ ആ കൊച്ചാണെങ്കിലോ ആദർശിന് പിന്നാലെ തന്നെ നടക്കുമായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതോർത്തിട്ട് ഒരു ടെൻഷൻ ഉള്ളെന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരികെ വന്നാൽ മതിയായിരുന്നു, എങ്കിൽ മാത്രം ഒരു സമാധാനം ആവത്തുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയണം. ഈ സമയം നവീന് അനിയെ വിളിക്കുന്നുണ്ട്. അനിയെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ അനി, നീ നന്ദുവിനെ വിളിച്ചില്ലേന്ന് ചോദിച്ചു. എന്തിന്? അല്ല അവളുടെ ബർത്ത്ഡേ അല്ലായിരുന്നോ, വിഷ് ചെയ്യാൻ വേണ്ടി നീ വിളിച്ചില്ലേന്ന് ചോദിച്ചു. അനി പറഞ്ഞു, എനിക്ക് കുറച്ച് തിരക്കായിരുന്നു, വിളിക്കാൻ പറ്റിയില്ല. ഞാൻ കരുതി നീ വിളിക്കുമായിരിക്കുന്നു കേട്ടോ. ഇന്നലെ രാത്രി കേക്ക് കട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ അവൾക്ക് കൊണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റും കൊടുത്തെന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല ദേഷ്യവും സങ്കടമായി. ഇന്ന് അവൾക്ക് ബർത്ത്ഡേ വിഷസം ചെയ്ത് ഗിഫ്റ്റും കൊടുത്തിട്ടാ ഞാൻ പോന്നെ. അത് മാത്രമല്ല ഉച്ചയ്ക്ക് ഉണ്ടാനായിട്ട് അവള് വിളിച്ചിട്ടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സമനില തെറ്റി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം നന്ദു കൈവിട്ട് പോവുകയാണോ എന്നൊരു ചിന്ത അനിയുടെ മനസ്സിലേക്ക് വന്നു. പക്ഷെ നന്ദുവിന്റെ നിരപരാധിത്വം എന്തെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല.
അപ്പൊ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അനി എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും എന്തൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായാലും ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ സെറ്റാകും. അനി നന്ദു അധിക ദിവസമൊന്നും പിണങ്ങിയിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവരൊന്നാമത് തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.